ആ അജണ്ട പ്രകാരം മീറ്റിംഗ് വിളിച്ചു. പക്ഷേ അതിന് പുറത്തുള്ള വിഷയങ്ങളിൽ കേരള സർവകലാശാലയിൽ നിന്നുള്ള പ്രതികരണങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട്. യോഗം കൊണ്ടുപോകാൻ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ശ്രമിക്കുക, വാശി പിടിക്കുക. ഇതുവരെ അജണ്ട പ്രകാരം ചർച്ച ചെയ്യണമെന്ന് അധ്യക്ഷ VC ആവശ്യപ്പെട്ടു, ഞങ്ങളും ആവശ്യപ്പെട്ടു. അത് സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. ഇപ്പോ VC യോഗം പിരിച്ചുവിട്ടിട്ട് ചേംബറിൽ പോയിട്ടുണ്ട്. ഞങ്ങളും യോഗം പിരിച്ചുവിട്ടതിന്റെ അടിസ്ഥാനത്തിൽ പുറത്തു വന്നിരിക്കുക. ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ അവിടെ ഇരിക്കുന്നുണ്ട്. അവര് ഇനി പാർട്ടി യോഗം ചേരുന്നു എന്നുള്ളത് നമുക്കറിയില്ല. ഈ വിഷയത്തിൽ യോഗം പിരിച്ചുവിട്ടു. ഇതാണ് ഇപ്പൊ പറയാനുള്ളത്. സസ്പെൻഷൻ നടപടി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. അതിവിടെ ചർച്ച ചെയ്യാൻ പറ്റില്ല. ആ സസ്പെൻഷൻ നടപടി ശരിയോ തെറ്റോ എന്നുള്ളത് പിന്നീട് ഇനി വരുന്ന സിൻഡിക്കേറ്റിൽ ആ അജണ്ട വെച്ച് വിളിക്കുന്ന യോഗത്തിൽ ചർച്ച ചെയ്യും. റദ്ദാക്കണമെന്നുള്ള ആവശ്യം വന്നു. ആ ആവശ്യം അജണ്ടയ്ക്ക് പുറത്തുള്ളതായതുകൊണ്ട് അധ്യക്ഷ അനുവദിച്ചിട്ടില്ല, വൈസ് ചാൻസലർ അനുവദിച്ചിട്ടില്ല. അതുകൊണ്ട് ഞങ്ങളും അതിൽ നിന്ന് വിട്ടുനിൽക്കുന്നു. യോഗം അവസാനിപ്പിച്ചതായിട്ട് പ്രഖ്യാപിച്ചിട്ട് അധ്യക്ഷ യോഗം അവസാനിപ്പിച്ചതായിട്ട് പ്രഖ്യാപിച്ചിട്ട് റിസോൾവ് ചെയ്തു, ചേംബറിൽ പോയി. ചെയർമാൻ ഓഫ് ദി സിൻഡിക്കേറ്റ്, സ്പെഷ്യൽ സിൻഡിക്കേറ്റ് ഡിസോൾവ് ചെയ്തെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് പോയിരിക്കുന്നത്. കാരണം അജണ്ടയിൽ ഇല്ലാത്ത ഐറ്റംസ് ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അത് ഡിസോൾവ് ചെയ്തു എന്നിട്ട് തന്നെയാണ് പോയി. അല്ലാണ്ട് ഇറങ്ങിപ്പോക്കൊന്നും ഇല്ലല്ലോ. അതല്ല ചെയ്തിരിക്കുന്നത്. പിന്നെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ പാർട്ടി സമ്മേളനമായിരിക്കും, അറിയില്ല. അത് ലീഗലും അല്ല. ഇത് കൃത്യമായിട്ട് ഒറ്റ അജണ്ടയിൽ മാത്രം കൂടിയ ഒരു special agenda, finalize the statement of facts to be filed before the Honorable High Court of Kerala എന്ന് പറഞ്ഞിട്ട് ഒറ്റ സിംഗിൾ അജണ്ടയിൽ നടക്കുന്ന ഒരു പരിപാടി രാവിലോട്ടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ അത് അല്ലാണ്ടാക്കാനാണ്, അവരുടെ പ്രമേയം അവതരിപ്പിക്കാനാണ്. പ്രമേയം അവതരിപ്പിക്കാനുള്ള ഒരു വേദിയല്ല ഇത്. കൃത്യമായിട്ട് ഈ ഒരു അജണ്ടയിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നതിന് പകരം ചെയർമാൻ ഇൻ ദ സെൻസ് വൈസ് ചാൻസലർ പലതവണ പറഞ്ഞു അജണ്ടയിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ. അവസാനം അജണ്ടയിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാത്തതുകൊണ്ട് മാത്രം അത് ഡിസോൾവ് ചെയ്യുകയാണെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് വൈസ് ചാൻസലർ മാറിയത്. ഞങ്ങളും ഞങ്ങളുടെ ഡിസന്റ് രേഖപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ അതിൽ നിന്നും മാറുകയാണ്. അല്ല, സത്യവാങ്മൂലം ചർച്ച ചെയ്യാന് ആ സത്യവാങ്മൂലം സംബന്ധിച്ച് തീരുമാനമെടുക്കാനാണ്. അതിലെ ചർച്ച ചെയ്ത് തീരുമാനമെടുത്ത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി അറിയിക്കാനുള്ള അജണ്ട പ്രകാരമാണ്. അതിലെ അഭിപ്രായം രേഖപ്പെടുത്താനല്ല അവർ ശ്രമിക്കുന്നത്. ആ അജണ്ടയ്ക്ക് പുറമെ ഈ സസ്പെൻഷൻ ശരിയോ തെറ്റോ എന്ന് അത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയമാണ്. അത് ഈ സിൻഡിക്കേറ്റിൽ ഇപ്പൊ തീരുമാനിക്കാൻ പറ്റില്ല. നാളെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി എന്ത് പറയുന്നു അതനുസരിച്ച് സിൻഡിക്കേറ്റ് യോഗം ചേർന്ന് ആ വിഷയത്തിൽ തീരുമാനം എടുക്കും. അത് ഇപ്പോ തീരുമാനിക്കാൻ കഴിയാത്ത വിഷയമായതുകൊണ്ട് അതിന്മേൽ ചർച്ചയില്ല. താങ്കൾ ഉൾപ്പെടെയുള്ളവർ കോടതിയിൽ പ്രത്യേക സത്യവാങ്മൂലം എന്തെങ്കിലും നൽകാൻ ഉദ്ദേശിക്കുന്നുണ്ടോ ഈ വിഷയത്തിൽ? അല്ല, ഞാൻ ആൾറെഡി ഈ കേസിൽ കക്ഷി ചേരാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ അതിന് കോടതി വരുന്ന വിഷയമാണ്. വക്കീലിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. നാളത്തെ കോടതി സ്ഥിതിഗതികൾ പരിഗണിച്ചുകൊണ്ട് തീരുമാനമെടുക്കും. ഭൂരിപക്ഷം അംഗങ്ങൾ ഒരു പ്രമേയം പാസ്സാക്കിയിട്ടുണ്ടല്ലോ. രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത നടപടി സിൻഡിക്കേറ്റ് റദ്ദാക്കിയിട്ടുണ്ട്. അതിനുശേഷം അംഗങ്ങൾ പുറത്തുവന്ന് പ്രതികരിക്കുകയായിരുന്നു. അതാണ് നമ്മൾ കണ്ടത്.